എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേയേറെ ടിപ്പുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നതാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശർക്കര നല്ല പാടാണ് അത് ചീവിയെടുക്കാൻ, അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ ഉരുക്കേണ്ടതായിട്ട് വരും. കട്ട് ചെയ്യാൻ നല്ല പാടാണ് അല്ലേ. അന്നേരം അങ്ങനെ ചെയ്യാൻ പാടുള്ള സമയങ്ങളിൽ എളുപ്പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഇഡലി തട്ടിൽ ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. ആവി വന്നു കഴിയുമ്പോഴത്തേന് ആ ഒരു ശർക്കരയിൽ നല്ല സോഫ്റ്റായി കിട്ടും. കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചീക്കിട്ട് ബാക്കിയുള്ളത് ഉപയോഗത്തിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പൂപ്പൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വരില്ല. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി മീനൊക്കെ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് പിന്നീട് നമ്മളത് കറി വെക്കാനോ വറക്കാനോ ഒക്കെ എടുക്കുന്ന സമയത്ത് അത് കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം ചിലരെങ്കിലും മീനൊക്കെ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് വെക്കും. ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് തന്നെയാണ് പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി, പ്രത്യേകിച്ച് ചിക്കൻ ആകുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴുകുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിനകത്താക്കിയിട്ട് മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇറച്ചിയാണെങ്കിൽ ഇറച്ചി, മീനാണെങ്കിൽ മീൻ വെച്ചിട്ട് അത് നിറയെ വെള്ളം ഒഴിച്ചിട്ട്, ഉപ്പ് ചേർക്കാൻ പാടില്ല, വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പിന്നീട് അത് നമ്മൾ കറി വെക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ. അന്നേരം ആ ഒരു ചുവയൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും കറിയൊന്നും കാണണം എന്നില്ല. ചില സമയത്ത് നമുക്ക് മടി കാരണമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് കറിയൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ, ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഞൊടിയിടയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മുളക് പൊടി എടുക്കാം. ഇപ്പം എരിയുള്ളതും അല്ലെങ്കിൽ കാശ്മീരി മുളക് അങ്ങനത്തുള്ളത് എടുക്കാം കേട്ടോ. എരിയുള്ളത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കളർ മാത്രമാണ് പ്രാധാന്യമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ചേരുവയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരും. വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിന് വേണ്ടി തേങ്ങ ചിരക്കിയത്. പച്ചത്തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ സിമ്പിളായിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് ഒരു കറി റെഡി കേട്ടോ. എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തും കൂടെ ഒഴിക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ലേശം വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉള്ളൊരു കറി റെഡി. ദോശയുടെ കൂട്ടത്തിൽ, കഞ്ഞിയുടെ കൂട്ടത്തിൽ, പഴങ്കഞ്ഞിയുടെ കൂട്ടത്തിൽ, ചോറിൻ്റെ കൂട്ടത്തിൽ, എന്തിൻ്റെയും കൂട്ടത്തിൽ ഈ ഒരു സിമ്പിൾ കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അന്നേരം പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ നല്ല മടിയുള്ള ദിവസം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാം. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇതിലും സിമ്പിൾ ഒരു റെസിപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നായിരിക്കും എനിക്കൊരു മറുപടി പറയാനും. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു 1/4 ഭാഗം വെള്ളം ഒഴിക്കുക, വെള്ളം മാത്രം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അത് അടച്ചിട്ട് ഒന്നൊന്ന് വിസിൽ കേൾപ്പിക്കുക, അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടണം. ഇപ്പോൾ കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് തുണി തേക്കാൻ നല്ല പാടാണ്. അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ ചിരട്ടത്തെ പൊട്ടി ഉണ്ടായിരിക്കണം. അതും ഇല്ലെങ്കിൽ നമ്മൾ തേക്കാൻ എന്താണ് മാർഗ്ഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. കുക്കറിൽ വെള്ളം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി വെക്കാനെടുത്ത് ഒന്നൊന്ന് വിസിലടിച്ച് നല്ല ചൂടോട്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ അടിഭാഗം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മൂട്ടിലൊക്കെ ഇരിക്കുന്ന അഴുക്കും കരിയൊക്കെ നമ്മുടെ ഡ്രസ്സിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നല്ല പോലെ നമ്മൾ കറണ്ട് തേപ്പൊട്ടി അല്ലെങ്കിൽ ചട്ടത്തേപ്പൊട്ടി കൊണ്ട് നമ്മൾ തേക്കുന്ന അതേ എഫക്റ്റിൽ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടിരിക്കട്ടോ, ആ ഒരു ചുളിവൊക്കെ മാറിയിട്ട്. അത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തുണി തേക്കേണ്ട, നമ്മൾ സ്കൂളിലൊക്കെ യൂണിഫോമൊക്കെ തേക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും. പെട്ടെന്ന് നമ്മൾ തേക്കണമെന്ന് നോക്കുമ്പോൾ കറണ്ടും കാണില്ല. അങ്ങനത്തുള്ള സമയത്ത് ഉപകാരപ്രദമാകും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗശൂന്യമായിട്ടുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറായിട്ടാലും മതി. അതിലേക്ക് ലേശം ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെയൊക്കെ വീട്ടിലുള്ള
കത്തിയുടെയൊക്കെ മൂർച്ച കുറയുകയാണെങ്കിൽ അതിന് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണിത് കേട്ടോ. അന്നേരം ഇതുപോലൊന്ന് ചെയ്തിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ചയായിരിക്കും, നല്ല ബ്ലേഡ് പോലെ ഇരിക്കും കേട്ടോ. അന്നേരം ഉപയോഗശൂന്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇതിന് തന്നെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മിക്കപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചതിന് ശേഷം ഒരു 1-2 ആഴ്ചക്കകത്ത് ചീത്തയാവും. അത് കളയാറാണ് പതിവുള്ളത്. അത് കളയണ്ട കേട്ടോ. ഇങ്ങനെ കുറേ ഉപയോഗങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊരു ഉപയോഗമാണ് ഇത്. ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ട് ആ ഒരു കത്തിയുടെ ആ ഒരു അഴുക്കൊക്കെ മാറി നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ നല്ല ബ്ലേഡിൻ്റെ കണക്കുള്ള മൂർച്ച നമ്മുടെ കത്തിക്കൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കത്തി മാത്രമല്ല, കൊടുവാളാണെങ്കിലും ഇങ്ങനെ ചെയ്യാം, കത്രികയ്ക്ക് ചെയ്യാം. അതൊക്കെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് കാര്യത്തിനും ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ. നല്ല മൂർച്ച കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്ലേഡ് പോലെ ഇരിപ്പുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടിപ്പുകളാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടിപ്പ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പാചകത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ലാത്ത ഏതൊരാൾക്കും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാകും. ചുമന്നുള്ളി നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും അത്ര കണ്ടിഷ്ടമല്ല, അത് കുറയ്ക്കാം. ചുമന്നുള്ളി ഏത് കറിക്ക് ചേർത്താലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറിട്ട് തന്നെയാണ്. ജീരകം അതും കുറച്ച് ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അത് ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പിന്നെ തേങ്ങ, നല്ല പച്ച തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു കറികൾക്കൊക്കെ. അന്നേരം ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി മുളക് നമ്മൾ കറിക്കകത്തൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷേ ഇതിലേക്ക് പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽ മുളകിൻ്റെ ഒരു ലേശം, ഇപ്പം മഞ്ഞ കളറാണ് താല്പര്യമെങ്കിൽ ഇതിനകത്ത് നമ്മൾ വറ്റൽ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചതച്ചെടുത്ത് നല്ലപോലെ അരയാതെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിയൽ, ചെറുപയർ, വൻപയർ തോരൻ, പരിപ്പ് കറികൾ, മത്തങ്ങ, അതിൽ കുമ്പളങ്ങ, അങ്ങനത്തുള്ള എരിശ്ശേരി പോലുള്ള കറികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു അരപ്പ്. ഇതിലെ ടേസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താം, അരയ്ക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. ഇത് നല്ല മഷി രീതിയിൽ അരച്ചെടുക്കുമ്പം നമ്മുടെ മോരുകറിയില്ലേ, നമ്മൾ തൈര് ഒഴിക്കുന്ന മോരുകറിയുണ്ട്, മുരിങ്ങയിലക്കറിയുണ്ട്, കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറി, അങ്ങനത്തുള്ള കറികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു അരപ്പ് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് ഒരേ ചേരുവ കൊണ്ട് രണ്ടല്ല ഒരുപാട് രീതിയിൽ കറി വെക്കുന്നതാണ് ഈ ഒരു അരപ്പ് കേട്ടോ. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബേക്കിംഗ് സോഡയുടെ ഒപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം, ഷാമ്പു ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ലിക്വിഡ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം, ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണ് മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെറ്റി അതുപോലെ തന്നെ മെത്തയൊക്കെ കഴുകാൻ പാടാണ്. അന്നേരം അതിൽ ആ ഒരു ബാക്ടീരിയയൊക്കെ മാറാനും പൊടികൾ മാറി അഴുക്കൊക്കെ മാറി നല്ല ക്ലീനായി കിട്ടാനും വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 3 ചേരുവകളാണ് നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ഒരു തുള്ളി ഡെറ്റോളും കൂടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്നേരം ഈ 3 ചേരുവകളും കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പവർഫുള്ളായിട്ട് നമുക്ക് മെത്ത, സെറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ബ്ലാങ്കറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലിക്വിഡാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് മാത്രം ഒരു വെള്ള തോർത്തെടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ തുണികൾ, അഴുക്കില്ലാത്ത പഴയ തുണികൾ എടുക്കുക. ഇതുപോലെ പാത്രത്തിൻ്റെ അടപ്പുകളുണ്ടല്ലോ, ഇങ്ങനെ പിടി വരുന്ന ടൈപ്പിലുള്ളത്, പ്ലെയിനായിട്ടുള്ളതല്ല, ദണ്ട് ഇതുപോലുള്ളത് എടുത്തിട്ട് ദണ്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നുകിൽ കെട്ടി വെക്കാം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ടൈറ്റാക്കി എടുക്കണം. നമുക്കൊന്ന് പിടിക്കാൻ പാകത്തിൽ അത്രയൊന്ന് ആക്കിയെടുത്തിട്ട് ഇപ്പം ഞാനിത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കണം കേട്ടോ, അഴിഞ്ഞു പോകാതിരിക്കാനും വേണ്ടി. ദാണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ ലിക്വിഡ്, അതിനോടൊപ്പം ചൂടുവെള്ളം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള ക്ലീനിങ് ലിക്വിഡ് ഉള്ളിലോട്ട് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നുകിൽ ബ്ലാങ്കറ്റ് എടുക്കാം, സെറ്റി, അതുമല്ലെങ്കിൽ മെത്ത. ഞാനിപ്പോൾ നിങ്ങളെ സെറ്റിയിലാണ് കാണിക്കുന്നത്. ഇതൊരു പുതിയ സെറ്റിയാണ്, ഒരു 4-5 അല്ലെങ്കിൽ 6 മാസത്തെ പഴക്കേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് അഴുക്ക് ഞാൻ കാണിക്കട്ടെ. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അത് നല്ല പുതുപുത്തം പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ അഴുക്ക് കണ്ടോ, ഒന്നൊന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ. മുടിയും പൊടിയും അഴുക്കൊക്കെ നല്ല പോലെ ഉണ്ട്. ഇതുപോലെ നമ്മൾ ആ ഒരു പാത്രത്തിൽ ആ ലിക്വിഡ് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മെത്തയാണെങ്കിലും ബ്ലാങ്കറ്റ് ആണെങ്കിലും സെറ്റി ആണെങ്കിലും കഴുകിയെടുക്കാനൊക്കെ പറയുന്നതൊരു നടപ്പായിട്ടുള്ള
ഒരു കാര്യമല്ല, നന്നായിട്ട് ക്ലീനായി കിട്ടും. ഒരു ചെറിയൊരു സ്ഥലം നമ്മൾ ഇതുപോലൊന്ന് ക്ലീനാക്കി ഒന്ന് തുടച്ചെടുത്തപ്പം തന്നെ ഇത്രത്തോളം അഴുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ ആ ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ നിന്ന് ആ ഒരു തോർത്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു ചെറിയൊരു സ്ഥലത്തെ അഴുക്കാണ്ടോ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഫാനൊന്ന് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വെയിലത്തോട്ട് ഒന്ന് കൊണ്ടിടുവാണെങ്കിൽ നല്ല പോലെ ക്ലീനായി കിട്ടും. ആ ഒരു ബാക്ടീരിയയൊക്കെ നശിച്ച് അതുപോലെ തന്നെ നല്ല ക്ലീനുമായിരിക്കും. ഒരു ഞാൻ മുമ്പ് പറഞ്ഞ ഷാമ്പൂ അല്ലെങ്കിൽ സ്റ്റീഫൻ ഷെയർ അങ്ങനത്തുള്ള എന്തെങ്കിലും കാര്യയുടെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അന്നേരം ഇതുപോലെ നമുക്ക് എത്ര കഠിനമായിട്ടുള്ള അഴുക്കാണെങ്കിലും നമുക്ക് വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ച് കഴുകാതെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലൊരു കുഞ്ഞ് പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പോസിബിൾ ആയിട്ടുള്ളതിനകത്ത് മതി. ഇപ്പം ഞാനൊരു കൊച്ചു കുപ്പിയുടെ ഒരു അടിഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് ലേശം പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര, പിന്നെ ഷാമ്പു, 1 രൂപയുടെ ഷാമ്പു മൊത്തം ഒന്നും വേണ്ട കേട്ടോ, ഒരു അര ഭാഗം മതി. അതിലേക്ക് ലേശം വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഷാമ്പു ബൗൾസൊക്കെ ഉണ്ടാക്കത്തില്ലേ കുഞ്ഞുങ്ങൾക്ക്, പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിലും ഭേദമാണ് ഇതുപോലെ നമ്മൾ വീട്ടിൽ വെച്ച് തയ്യാറാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ. പ്രത്യേകിച്ച് നമ്മൾ വീടിനകത്ത് വെച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കരുത്, പുറത്ത് ചെയ്യിപ്പിക്കണം കേട്ടോ. താഴെല്ലാം വെള്ളം വീണ് കഴിഞ്ഞാൽ തെന്നി വീഴാൻ സാധ്യതയുണ്ടായതുകൊണ്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം നടക്കും കേട്ടോ. കുട്ടികളെ കുറച്ച് നേരം പിടിച്ചിരുത്താൻ പറ്റിയ നല്ലൊരു കാര്യമാണിത്. വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.